ആളുകൾ സ്വലാത്ത് കണ്ട് സ്വപ്നം കണ്ട മുത്തുനബിയെ കാണാനിടയായ, അങ്ങനെ കാണാനിടയായില്ല എങ്കിൽ നമ്മുടെ ഖബറിൽ കൊണ്ടുവന്ന് കാണിക്കപ്പെടുമ്പോൾ ഇതാരാണെന്ന് പറയാൻ പോലും നമുക്കറിയില്ലല്ലോ. അങ്ങനെ അവതാളത്തിലാകാതിരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 1998 മാർച്ച് മാസം 31-ാം തീയതി ഒരു തവണ ആദ്യമായി അറസ്റ്റ് ചെയ്തു. ഈ രാജ്യത്തിന്റെ ഭരണകൂട ഭീകരത. എന്നിട്ട് കൊണ്ടുപോയി ജയിലിലടച്ചു. 10 വർഷം ജയിലിലിട്ടു കോയമ്പത്തൂരില്. എന്നിട്ട് നിരപരാധിയാണ് എന്ന് പ്രഖ്യാപിച്ചു തിരിച്ചു കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് കേരളത്തിലെത്തിയതിന് ശേഷം അബ്ദുൽ നാസർ മഅ്ദനി 2007 കർണാടകയിലെ ജനങ്ങളായതുകൊണ്ട് ഞാൻ പറയുകയാ, ഞാൻ റബീഉൽ അവ്വൽ 12 സുല്ലയിൽ 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. കന്നഡയിൽ വിശദീകരിച്ചു ഈ സംഭവം. എന്നിട്ട് അവിടുത്തെ പോലീസുകാരോട് പറഞ്ഞു, എന്റെ ചുറ്റും വലയത്തിലുണ്ടായിരുന്നു പോലീസുകാർ, ദീർഘമായ വാഹനങ്ങൾ ഉണ്ടായിരുന്നു, പോലീസ് വാഹനം. എന്നിട്ട് IPS ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, സ്പെഷ്യൽ ബ്രാഞ്ചുകാരുണ്ടായിരുന്നു, SSBക്കാരുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ കർണാടകയിൽ ഈ സംഭവം വിശദീകരിച്ചു. എന്നിട്ട് ഞാൻ പറയുന്നത് ശരിയല്ല, തെറ്റാണ് എങ്കിൽ ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ചെയ്തില്ല, സംഭവം നടന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവമെന്നോ, മഅ്ദനിയെ കുറ്റക്കാരനാക്കിയിട്ട് നിങ്ങളുടെ സംസ്ഥാനത്തിലെ ജയിലിൽ കൊണ്ടുവന്ന് പരപ്പന അഗ്രഹാരയിൽ അടച്ചിട്ട് മാസങ്ങളായില്ലേ, വർഷങ്ങളായില്ലേ, 2.5 വർഷം കഴിഞ്ഞില്ലേ. ഏറ്റവും ഒടുവിലത്തെ ദിവസം നിങ്ങൾക്ക് കേൾക്കാനിടയായതല്ലേ, എണീറ്റ് നിൽക്കാൻ പറ്റാത്ത, ലെൻസുകൾ വീക്കായിട്ട്, കണ്ണകത്തേക്ക് തള്ളിയിട്ട്, ചുണ്ടുകൾ വരണ്ടിട്ട്, അവിടുന്ന് ഷുഗർ കൂടിയിട്ട് അതാ ബോധക്ഷയനായി വീണില്ലേ. ഈ മംഗലാപുരത്തുകാരെല്ലാവരും SM ബഷീറിന്റെ കോളുകൾ മൊബൈലിലേക്ക് കോൾ വിളിച്ചു ചോദിച്ചില്ലേ, ഉസ്താദിനെന്ത് പറ്റി, ഉസ്താദ് വിട വാങ്ങിയോ എന്ന് പോലും ചോദിച്ചില്ലേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം, ഫാബ്രിക്കേറ്റഡ് ആയിട്ട് നിർമ്മിച്ച കേസാണ്, വളരെ ഫാബ്രിക്കേറ്റഡ് ആയ കേസാണ്, വളരെ ആസൂത്രിതമായി ചെയ്ത കേസാ. അബ്ദുൽ നാസർ മഅ്ദനി 2007 കേരളത്തിൽ വന്നതിന് ശേഷം ഒരു തവണ ഒരു നിമിഷം പോലും പോലീസിന്റെ വലയം ഭേദിച്ചിട്ട് ഒരു നിമിഷം പോലും സഞ്ചരിച്ചിരുന്നില്ല. മഅ്ദനിയുടെ കൂടെ 2 ഗൺമാൻമാർ സെറ്റ് കാറ്റഗറിയിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ആ ഗൺമാൻമാരോട് കൂടെ ആദ്യം വന്നത് മംഗലാപുരത്ത് വന്നു. എന്നിട്ട് കാസർഗോഡേക്ക് പോയി. തിരിച്ചു വരുമ്പോ 2008 ആഗസ്റ്റ് മാസത്തിലാണ്. എന്നിട്ട് എന്റെ നിക്കാഹ് നടത്തി തന്നു ബഹുമാന്യനായ മഅ്ദനി ഉസ്താദ്. കേരളത്തിലെ ഉദ്യാവരം ജുമാഅത്ത് പള്ളിയിൽ മംഗലാപുരം എയർപോർട്ടിൽ നിന്ന് തിരിച്ചുപോയി. പിന്നീട് ഒരിക്കലും കർണാടകയിലേക്ക് വന്നത് ഉള്ളാളയിലെ പ്രസിഡന്റായിരുന്ന കളച്ചൂറച്ചയത്തിന്റെ മകളുടെ കല്യാണത്തിന് വന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ പങ്കെടുത്ത സദസ്സിൽ അദ്ദേഹം വന്നു തിരിച്ചുപോയി. പിന്നീട് ഒരിക്കലും കർണാടകയിലേക്ക് വന്നിരുന്നില്ല. മഅ്ദനി മൂത്രമൊഴിക്കുമ്പോൾ പോലും പോലീസുകാർ എഴുതി രേഖപ്പെടുത്തി കൊടുക്കുകയാ, ഇന്ന സമയത്തിൽ മഅ്ദനി ബാത്റൂമിൽ പോയി, ഇന്ന സമയത്തിൽ മഅ്ദനി ഭാര്യയുടെ റൂമിൽ പോയി, ഇന്ന സമയത്ത് മഅ്ദനി വീട്ടിന്റെ അകത്തളത്തേക്ക് പോയി, പുറത്തു വന്നു, ഇന്ന വേദിയിൽ പ്രസംഗിച്ചു. ഇങ്ങനെയെല്ലാം വളരെ വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ കള്ളക്കേസ് കുടുക്കിയിട്ട് ചത്തുപോയ VS ആചാര്യ പറഞ്ഞില്ലേ, അബ്ദുൽ നാസർ മഅ്ദനിയെ അറസ്റ്റ് ചെയ്തത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സ്ഫോടനമുണ്ടായതിന്റെ പേരിലാണ് എന്ന് അപ്പോൾ തന്നെ പറഞ്ഞു. ഓങ്കാരയ അല്ല, മഅ്ദനിയെ അറസ്റ്റ് ചെയ്ത ആ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടല്ല എന്ന് പറഞ്ഞു. മഅ്ദനിയെ അറസ്റ്റ് മറ്റൊരു സ്ഫോടനമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ സംഘപരിവാറിന്റെ ആസൂത്രിതമായ ശൃംഖലയിൽപ്പെട്ടിട്ട് മഅ്ദനി കഴിയുകയാ. ഞാൻ ദേവേഗൌഡയെ പോയി കണ്ടു, പ്രധാനമന്ത്രിയെ. അദ്ദേഹത്തോട് ഞാനും വേദിയിലുള്ള KP മുഹമ്മദ് സാഹിബും ഞങ്ങൾ പോയി. എന്നിട്ടും അദ്ദേഹത്തോട് മഅ്ദനിയുടെ കാര്യം പറയുമ്പോൾ ഏത് സ്ഫോടനമാണ്, യാവസ്ഫോട എന്ന് കന്നഡയിൽ അദ്ദേഹം ചോദിക്കുന്നു. ബാംഗ്ലൂരിലെ രാജരാജേശ്വരി നഗരിൽ താമസിക്കുന്ന മുൻ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ പരമോന്നത സ്ഥാനത്തിരുന്ന ദേവേഗൌഡയ്ക്ക് പോലും അബ്ദുൽ നാസർ മഅ്ദനിയെ അറസ്റ്റ് ചെയ്ത സ്ഫോടനം ഏതാണെന്ന് അറിയില്ല. ഈ അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ. ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായി ദുആ രക്കണം. എന്തിനേക്കാളും അധികം സ്നേഹിക്കുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ദുആ രക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ജീവിതത്തിൽ ഒരു സുബഹി പോലും 4 പതിറ്റാണ്ടുകളോളം കളാക്കാതെ റസൂലുള്ളാഹിനെ എല്ലാ കാലങ്ങളിലും പല പ്രാവശ്യമായി സ്വപ്നം കാണാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പേരിലും ഫാത്തിഹ ഓതി, മുത്തുനബിയുടെ പേരിലും ഫാത്തിഹ ഓതി മഅ്ദനിയുടെ മോചനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
ഇത് തന്നെ ദീർഘിച്ചു പോയി. തങ്ങളെ എത്തിക്കൊണ്ട് ഇത്രയും പറഞ്ഞത് ഞാൻ അങ്ങോട്ട് കടന്നതുകൊണ്ടാണ്. തങ്ങളോട് പൊരുത്തക്കേടിന് മാപ്പ് ചോദിക്കുന്നു. അബ്ദുൽ നാസർ മഅ്ദനിയുടെ മോചനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മറ്റു സംഭവ വികാസങ്ങൾ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു തങ്ങളും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ വിഷയങ്ങൾ, കർണാടകയിലെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഞാൻ ഈ അടുത്ത് വിട്ലയിൽ പ്രസംഗിച്ച അത് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലൂടെ നിങ്ങൾ തൽക്കാലം ക്ഷമിക്കുക എന്ന് ഓർമ്മപ്പെടുത്തി മഹാനായ സയ്യിദ് അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ വഴിമാറി കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.